ഹായ്, വെൽക്കം ഓൾ ഓഫ് യു. ഇന്ന് നമുക്ക് കടലപ്പരിപ്പ് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാം. നമുക്കതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ സെയിം ഗ്ലാസ്സിൽ പാലെടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 6 മുട്ടയാണ്. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസ് വേണം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏലക്കായ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് കുറച്ച് തേങ്ങ വറുത്തെടുത്തതാണ്, പഞ്ചസാരയും ചേർത്ത് വറുത്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ കടലപ്പരിപ്പിൻ്റെ കേക്ക് കഴിക്കുമ്പോൾ ചെറുങ്ങനൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മൾ വേവിച്ച പരിപ്പും പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പരിപ്പ് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച മുട്ട ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്താൽ നമ്മളെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാന് ഒരു തട്ടിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞു പോവില്ല. അതിനു വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. 25 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കാനും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.